നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് +1 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റം, മോളിക്യൂൾ, എന്താണ് ആറ്റം, എന്താണ് മോളിക്യുലർ മാസ്, എന്താണ് ആറ്റോമിക് മാസ്, എന്താണ്, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇതെല്ലാം ഈ ക്ലാസ്സിൽ വിശദമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണെന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. റിലേറ്റീവ് അറ്റോമിക് മാസിന്റെ മലയാളമാണ് ആപേക്ഷിക അറ്റോമിക ഭാരം എന്ന് പറയുന്നത്. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കടയിൽ പോയിട്ട് നമ്മൾ സാധനം മേടിക്കാൻ പോവുകയാണ്. ഒരു കടയിൽ പോയിട്ട് 1 കിലോഗ്രാം പഞ്ചസാര വേണം എന്ന് പറയാണ്. അപ്പൊ കടക്കാരന് വെയിറ്റ് എടുക്കുന്നത് ഒരു ത്രാസ് വഴിയാണ്, വെയിങ് ബാലൻസ് വഴിയാണ്. അതായത് ഇലക്ട്രോണിക് ബാലൻസ് അല്ല, ത്രാസ്. നിങ്ങൾ കണ്ടു കാണും ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി. നമ്മൾ ത്രാസ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? അപ്പൊ ഒരു ത്രാസ് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ വെയിറ്റ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, 1 കിലോഗ്രാം പഞ്ചസാര ചോദിച്ചു കഴിഞ്ഞാൽ കടക്കാരൻ 1 കിലോഗ്രാമിന്റെ വെയിറ്റ് ഈ ഭാഗത്ത്, ഈ തട്ടിലിടും, അല്ലെങ്കിൽ ഈ സ്ഥലത്തിടും. എന്നിട്ട് ഇവിടെ പഞ്ചസാര ഇടും. അപ്പോഴ് ഈ ത്രാസ് ഇങ്ങനെ ഉയർന്നും താന്നും ഒക്കെ നിൽക്കും. എപ്പോഴാണോ ഈ രണ്ട് സൈഡുകളും ഒരേപോലെ ആവുന്നത്, രണ്ട് സ്ഥലങ്ങളും ഒരേപോലെ ആവുന്ന സമയത്ത് പറയും, ഇവിടെ 1 കിലോഗ്രാമിന്റെ വെയിറ്റ് ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിന് തുല്യമായ പഞ്ചസാരയുടെ അളവ് ഇവിടെ ഉണ്ടാവും എന്ന് കടക്കാരൻ പറയും, കൊണ്ടുപോയിക്കോളാൻ പറയും. ഇനി നമ്മൾ 2 കിലോഗ്രാം പഞ്ചസാരയാണ് ചോദിക്കുന്നതെങ്കിലോ, കടക്കാരൻ ഇവിടെ 2 കിലോഗ്രാമിന്റെ വെയിറ്റ് ഇടും. 1 കിലോഗ്രാമിന്റെ 2 വെയിറ്റോ അല്ലെങ്കിൽ 2 കിലോഗ്രാമിന്റെ 1 വെയിറ്റോ ഇടും. എന്നിട്ട് ഇവിടെ പഞ്ചസാര ഇടും. എപ്പോഴാണോ ഈ രണ്ട് സ്ഥലങ്ങളും ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരേപോലെ ഒരേ നിരപ്പിൽ നിൽക്കുന്നത്, അപ്പോൾ പറയും എന്താണ്, ഇവിടെ 2 കിലോഗ്രാമിന്റെ വെയിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ പഞ്ചസാര എത്ര കിലോഗ്രാം തന്നെ കാണുമെന്ന് പറയും, 2 കിലോഗ്രാം തന്നെ കാണുമെന്ന് പറയും. അപ്പൊ ഇവിടെ വസ്തുക്കളുടെ ഭാരം അല്ലെങ്കിൽ മാസ് പറഞ്ഞത് വേറെ ഇവിടെ പഞ്ചസാരയുടെ മാസ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഇട്ടിരിക്കുന്ന വെയിറ്റിന്റെ അളവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. അതായത് ഏതൊരു വസ്തുവിനെയും ഭാരം നമ്മൾ പറയുന്നത് മറ്റു ചില വസ്തുക്കളുടെ ഭാരവുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ്, കമ്പയർ ചെയ്തിട്ടാണ്. അതുപോലെ കണ്ണുകൊണ്ട് പോലും കാണുവാൻ കഴിയാത്ത ആറ്റങ്ങളുടെയും മോളിക്യൂളുകളുടെയും ഭാരം പറയുന്നത് കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിന്റെ 12 മാസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ്. 1/12 ഓഫ് കാർബൺ 12 ആറ്റത്തിന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്താണ്, റിലേറ്റ് ചെയ്താണ്, ബന്ധപ്പെടുത്തിയാണ് ഈ ലോകത്തിലുള്ള എല്ലാ ആറ്റങ്ങളുടെയും മാസ് നമ്മൾ പറയുന്നത്. The atomic masses of all the atoms were determined on comparison with 1/12 mass of carbon 12 isotope. Hence, atomic mass is otherwise called relative atomic mass. അപ്പോൾ അറ്റോമിക് മാസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. എന്തുകൊണ്ട് അറ്റോമിക് മാസിനെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അറ്റോമിക് മാസ് പറയുന്നത് നമ്മൾ ഇവിടെ ഭാരം അളക്കുമ്പോൾ കമ്പയർ ചെയ്തതുപോലെ, റിലേറ്റ് ചെയ്തതുപോലെ, ബന്ധപ്പെടുത്തി പറഞ്ഞതുപോലെ എല്ലാ ആറ്റങ്ങളുടെയും ഭാരം പറയുന്നത് കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഭാരവുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അറ്റോമിക് മാസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, റിലേറ്റീവ് അറ്റോമിക് മാസ്. ഇനി കാർബൺ 12 എന്ന് പറയുന്ന ഒരു ആറ്റത്തിനെ മുറിച്ച് 12 കഷണങ്ങളായിട്ട് മാറ്റിയിട്ട് അതിൽ ഒരു കഷണം, അതിന്റെ ഭാരമാണ് 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം എന്ന് പറയുന്നത്. അതായത് കാർബൺ 12നെ ഒരു കേക്കായി സങ്കല്പിച്ചാൽ ഈ കേക്കിന് നമ്മൾ 12 ഈക്വൽ പാർട്ടുകളായി മുറിച്ച്, 12 ഇതിപ്പോ ഈക്വൽ ഒന്നും അല്ല, 12 ഈക്വൽ പാർട്ടുകളായിട്ട് മുറിച്ചിട്ട് അതിൽ ഒരു പാർട്ടിന്റെ മാസ് നിങ്ങൾ കണക്കാക്കുക. ആ ഒരു പാർട്ടിന്റെ മാസ് ആണ് 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ആ ഒരു പാർട്ടിന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാ ആറ്റങ്ങളുടെയും അറ്റോമിക് മാസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഭാരത്തിന്റെ 12 ഭാരം, അതുമായി കമ്പയർ ചെയ്ത് എല്ലാ ആറ്റങ്ങളുടെയും മാസ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അറ്റോമിക് മാസിനെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നു. ഇനി
കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിനെ 12 മുറിച്ചിട്ട് അതിൽ ഒരു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 1 AMU. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? 1 AMU എന്ന് വിളിക്കുന്നത് 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ 1 യൂണിറ്റ്, 1 യൂണിഫൈഡ് മാസ്. യുവിന്റെ ഫുൾ ഫോം ആണ് എന്തെന്ന് പറയുന്നത്? യൂണിഫൈഡ് മാസ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാലോ, കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിന്റെ 12 മാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? 1 AMU അല്ലെങ്കിൽ 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ അളവ് നമ്മൾ ഗ്രാമിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 AMUന്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.6 × 10⁻²4 ഗ്രാം ആണ് അതിന്റെ എന്തിലുള്ള അളവ്? ഗ്രാമിലുള്ള അളവ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഇത്രയും ക്ലിയർ ആണ്. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു ആറ്റങ്ങളുടെ മാസ് കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിന്റെ മാസുമായിട്ട് താരതമ്യപ്പെടുത്തി അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്താണ് നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓരോ ആറ്റത്തിനെ മാസ് അങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ചില ആറ്റങ്ങളുടെ മാസുകൾ, അറ്റോമിക മാസുകൾ നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ അറിഞ്ഞിരിക്കണം. കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 യൂണിറ്റ്, ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4 യൂണിറ്റ്, കാർബണിന്റെ അറ്റോമിക് മാസ് 12 യൂണിറ്റ്, നൈട്രജന്റെ അറ്റോമിക് മാസ് 14 യൂണിറ്റ്, സൾഫറിന്റെ അറ്റോമിക് മാസ് 32 യൂണിറ്റ്, സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23 യൂണിറ്റ്, മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് മാസ് 24 യൂണിറ്റ്, അലുമിനിയത്തിന്റെ അറ്റോമിക് മാസ് 27 യൂണിറ്റ്, ഫോസ്ഫറസിന്റെ അറ്റോമിക് മാസ് 31 യൂണിറ്റ്, ക്ലോറിന്റെ അറ്റോമിക് മാസ് 35.5 യൂണിറ്റ്, പൊട്ടാസിന്റെ അറ്റോമിക് മാസ് 39 യൂണിറ്റ്, കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് 40 യൂണിറ്റ്, അയണിന്റെ അറ്റോമിക് മാസ് 55 യൂണിറ്റ്, കോപ്പറിന്റെ അറ്റോമിക് മാസ് 63.5 യൂണിറ്റ്, സിൽവറിന്റെ അറ്റോമിക് മാസ് 108 യൂണിറ്റ്, ഗോൾഡിന്റെ അറ്റോമിക് മാസ് 196 യൂണിറ്റ്. ഇങ്ങനെ നമുക്ക് പറഞ്ഞ് പോവാനായിട്ട് സാധിക്കും. ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചിരിക്കണം? കാണാതെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അറ്റോമിക് മാസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്താണെന്ന് മനസ്സിലായി. കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഭാരവുമായി കമ്പയർ ചെയ്ത് അറ്റോമിക് മാസ് വിളിക്കുന്നത് കൊണ്ട് അറ്റോമിക് മാസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് മനസ്സിലായി. ഇങ്ങനെ കണ്ടുപിടിച്ച ആറ്റങ്ങളുടെ മാസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4 യൂണിറ്റ് എന്ന് പറയുന്നു, എന്താണ് അതിന്റെ മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4 യൂണിറ്റ് ആണെങ്കിൽ 4 × 4 യൂണിറ്റ് 4 × 1 യൂണിറ്റ് എന്ന് എഴുതിക്കൂടെ? 4 × 1 അല്ലേ 4. 4 × 1 യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കാർബൺ 12ന്റെ 1/12 മാസ്. അപ്പോൾ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. അതായത് കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിനെ നിങ്ങൾ 12 ഭാഗങ്ങളായി മുറിച്ച് അതിൽ ഒരു ഭാഗത്തിന്റെ മാസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് ആയിരിക്കും. ഗ്രാമിൽ പറയുകയാണെങ്കിൽ 4 × ഇതിന്റെ വാല്യൂ നിങ്ങൾക്കറിയാം 1 AMU അല്ലെങ്കിൽ 1U. അതിന്റെ ഗ്രാമിലുള്ള ഭാരം എത്രയാണ്? 1.6 × 10⁻²4 ഗ്രാം. അപ്പൊ ഇത്രയും ആയിരിക്കും ഒരു ഹീലിയം ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഒരു സൾഫറിന്റെ അറ്റോമിക് മാസ് 32 യൂണിറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? സൾഫറിന്റെ അറ്റോമിക് മാസ് 32 യൂണിറ്റ് ആണെങ്കിൽ 32ന് നമുക്ക് 32 × 1 യൂണിറ്റ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 32 × 1 യൂണിറ്റിന് പകരം 1.6 × 10⁻²4 ഗ്രാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും കാർബൺ 12 എന്ന് പറയുന്ന ആറ്റത്തിന്റെ 12 ഭാരമാണ് ഇത്രയും. അതിനെ 32 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഉത്തരമായി കിട്ടുന്നത് അത് ഒരു സൾഫർ ആറ്റത്തിന്റെ അറ്റോമിക് മാസിന് തുല്യമായിരിക്കും. ഇതാണ് നമ്മൾ ഏതിനെ പറ്റി പഠിക്കേണ്ടത്? അറ്റോമിക് മാസിനെ പറ്റി പഠിക്കേണ്ടത്. അപ്പൊ അറ്റോമിക് മാസിനെ പറ്റി പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് വിളിക്കുന്നത്, GAM. അപ്പോൾ എന്താണ് GAM എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്. Atomic mass expressed in gram is called gram atomic mass. അതായത് കാർബൺ എന്ന് പറയുന്ന ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 12 ആണ്. കാർബൺ എന്ന് പറയുന്ന ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 12 യൂണിറ്റ് ആണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് 12 ഗ്രാം ആയിരിക്കും. യു മാറ്റിയിട്ട് G ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി? ഗ്രാം അറ്റോമിക് മാസ് ആയി. അറ്റോമിക് മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുന്നതിനെ, അറ്റോമിക് മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈട്രജൻ ആറ്റത്തിനെ പരിശോധിക്കാം. നൈട്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ നൈട്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 14 യൂണിറ്റ് ആണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് 14 ഗ്രാം ആയിരിക്കും. സൾഫറിന്റെ അറ്റോമിക് മാസ് 32 യൂണിറ്റ് ആണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് 32 ഗ്രാം ആയിരിക്കും. ഓക്സിജൻ എന്നതിന്റെ അറ്റോമിക് മാസ് 16 യൂണിറ്റ് ആണെങ്കിൽ ഗ്രാം അറ്റോമിക് മാസ് 16 ഗ്രാം ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ആറ്റങ്ങൾ വേണോ എക്സ്പ്രസ് ചെയ്യാനായി സാധിക്കും. അപ്പോൾ ഇത്രമാത്രം ഓർക്കുക, അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ മോളിക്കുലാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? മോളിക്കുലാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളുടെ അറ്റോമിക മാസിന്റെ സമ്മാണ് മോളിക്കുലാർ മാസ്. So molecular mass is defined as equal to the sum of atomic masses of all the atoms present in a molecule. ഒരു മോളിക്യൂളിനുള്ളിലുള്ള ആറ്റങ്ങളുടെ അറ്റോമിക മാസിന്റെ സമ്മാണ് എന്തെന്ന് പറയുന്നത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറയാം. കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൽ ഒരു കാൽഷ്യം ഉണ്ട്. അപ്പോൾ ഒരു കാൽഷ്യത്തിന്റെ മാസ് 40 ആണ്, അറ്റോമിക് മാസ് 40 ആണ്. ഒരു കാൽഷ്യമേ ഉള്ളത് കൊണ്ട് 40 × 1 എന്ന് എഴുതാം. ഇവിടെ ഓക്സിജൻ 2 എണ്ണം ഉണ്ട് അല്ലെ? ബ്രാക്കറ്റിന് വെളിയിലുള്ള നമ്പർ ബ്രാക്കറ്റിനകത്തുള്ള ഓക്സിജനും ഹൈഡ്രജനും ബാധകമാണ്. അപ്പോൾ ഓക്സിജൻ 2 എണ്ണം ഉണ്ട്, ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്. ഒരു ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. അപ്പൊ 2 ഓക്സിജൻ ആകുമ്പോൾ 16 × 2 എന്ന് എഴുതേണ്ടി വരും. ഒരു ഹൈഡ്രജന്റെ മാസ് 1 ആണ്, 2 ഹൈഡ്രജൻ H2 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ 2 എണ്ണം ഉള്ളതുകൊണ്ട് 1 × 2 എന്ന് എഴുതേണ്ടി വരും. ഇതെല്ലാം കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ആണ് എന്തെന്ന് പറയുന്നത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. സോ 40 + 32 + 2 72, 72 2 74 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് എത്ര? വളരെ സിമ്പിൾ ആണ്. മോളിക്കുലാർ മാസ് ഈക്വൽ ടു ഒരു ഹൈഡ്രജന്റെ മാസ് 1 ആണ്, ഒരു സൾഫർ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 32 ആണ്, ഒരു ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ് എങ്കിൽ ഒരു സൾഫർ ഇവിടെ ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാലോ, ഒരെണ്ണത്തിന്റെ അറ്റോമിക് മാസിനെ ആകെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × 2 32 × 1 16 × 4 ഇതെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന നമ്പർ ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അതായത് 2 + 32 + 64 that is equal to 98 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് നൈട്രിക് ആസിഡ് HNO3? നൈട്രിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് ഈക്വൽ ടു ഒരു ഹൈഡ്രജന്റെ മാസ് 1 വേണമെങ്കിൽ ഡയറക്റ്റ് എഴുതാം, ഒരു നൈട്രജന്റെ മാസ് 14, ഒരു ഓക്സിജന്റെ മാസ് 16, 3 ഓക്സിജൻ ആകുമ്പോൾ 48. സോ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ 63 യൂണിറ്റ് എന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നൈട്രിക് ആസിഡ് 1 + 14 15, 15 48 കൂടെ ആഡ് ചെയ്യുമ്പോൾ 63 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഒരു മോളിക്യൂളിലെ ആറ്റങ്ങളുടെ എല്ലാം കൂടെ അറ്റോമിക മാസിന്റെ സമ്മാണ് എന്തെന്ന് പറയുന്നത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്രാം മോളിക്കുലാർ മാസ്? GMM. ഗ്രാം മോളിക്കുലാർ മാസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസിനെ ഗ്രാമിൽ പറയുന്നതിനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഗ്രാം മോളിക്കുലാർ മാസ്. അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറഞ്ഞതിനെ ഗ്രാം അറ്റോമിക് മാസ് എന്നല്ലേ വിളിച്ചത്? അതേപോലെ മോളിക്കുലാർ മാസിനെ ഗ്രാമിൽ പറഞ്ഞാൽ അതിനെ നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വിളിക്കും. മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കാൾഡ് ഗ്രാം മോളിക്കുലാർ മാസ്. നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 74 യൂണിറ്റ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എത്ര ഗ്രാം ആയിരിക്കും? 74 ഗ്രാം ആയിരിക്കും. സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് 98 യൂണിറ്റ് എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? 98 യൂണിറ്റ് ആയിരിക്കും. നൈട്രിക് ആസിഡിന്റെ മോളിക്കുലാർ മാസ് 63 യൂണിറ്റ് ആണെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് ഉറപ്പായിട്ടും 63 യൂണിറ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ മോളിക്കുലാർ മാസും ഗ്രാം മോളിക്കുലാർ മാസും എന്താണെന്ന് മനസ്സിലായല്ലോ. മോളിക്കുലാർ മാസ് വെച്ചാൽ ഒരു മോളിക്യൂളിനുള്ളിലുള്ള മോളിക്യൂളിന്റെ ഫോർമുലയിലുള്ളിലുള്ള ആറ്റങ്ങളുടെ അറ്റോമിക മാസിന്റെ സമ്മാണ് എന്തെന്ന് പറയുന്നത്? മോളിക്കുലാർ മാസ്. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കാൾഡ് ഗ്രാം മോളിക്കുലാർ മാസ്. ഇനി അടുത്ത നമ്മൾ മോൾ കൺസെപ്റ്റിലേക്ക് പോവാണ്. മോൾ കൺസെപ്റ്റ്.
കുട്ടികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് എന്ന് പറയുന്നത് മോൾ കൺസെപ്റ്റ്. പക്ഷെ വളരെ ലളിതമാണ്. എന്താണ് മോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MOL എന്താ MOLE മോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഭാരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം, മൈക്രോഗ്രാം തുടങ്ങിയവ. ദൂരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയുണ്ട്? സെന്റിമീറ്റർ, മീറ്റർ, മില്ലിമീറ്റർ, നാനോമീറ്റർ, കിലോമീറ്റർ, ഇതെല്ലാം ദൂരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. അതുപോലെ കണ്ണുകൊണ്ട് പോലും കാണുവാൻ കഴിയാത്ത, മൈക്രോസ്കോപ്പ് വഴി മാത്രം നിരീക്ഷിക്കാൻ സാധിക്കുന്ന, കാണുവാൻ സാധിക്കുന്ന ആറ്റങ്ങളുടെയും മോളിക്യൂളുകളുടെയും എണ്ണം, ഭാരം തുടങ്ങിയവ കറക്റ്റായി എണ്ണി രേഖപ്പെടുത്തുവാൻ വേണ്ടി കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് മോൾ എന്ന് പറയുന്നത്. സോ മോൾ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മോൾ is a unit. Mol is a unit used to represent number and mass of atoms or molecules. ആറ്റങ്ങളുടെ അല്ലെങ്കിൽ മോളിക്യൂളുകളുടെ എണ്ണം, ഭാരം എന്നിവ കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് മാത്രമാണ് എന്ന് പറയുന്നത് മോൾ എന്ന് പറയുന്നത്. നമ്മൾ 1 കിലോമീറ്റർ എത്രയെന്ന് വെച്ചാൽ 1000 മീറ്റർ എന്ന് പറയും. ഒരു മീറ്റർ എത്രയെന്ന് വെച്ചാൽ 100 സെന്റിമീറ്റർ എന്ന് പറയും. ഒരു സെന്റിമീറ്റർ, ഇങ്ങനെ നമുക്ക് ഒരു സെന്റിമീറ്റർ 10 മില്ലിമീറ്റർ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു യൂണിറ്റിനെ വേറൊരു യൂണിറ്റിന്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെഫിനിഷൻ പറയാൻ കഴിയും. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് 1 മോൾ എന്ന് ചോദിക്കുകയാണ്. വാട്ട് ഈസ് 1 മോൾ എന്ന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ, ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിന്റെ 6.022 × 10⁻23 പാർട്ടിക്കിൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? 1 മോൾ എന്ന് വിളിക്കാം. So 6.022 × 10⁻23 particle of any substance in the world will be equal to 1 mole. രണ്ടാമത്തെ ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത്? 22.4 ലിറ്റർ ഓഫ് എനി ഗ്യാസ് അറ്റ് STP. ഏതൊരു വാതകത്തിനെയും നിങ്ങൾ STP എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് STP? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഏതൊരു ഗ്യാസിനെയും നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാസിന്റെ അളവ് 22.4 ലിറ്റർ ഉണ്ടെങ്കിൽ അതും 1 മോളിന് തുല്യമായിരിക്കും. അതായത് എന്താണ് STP എന്ന് വെച്ച് കഴിഞ്ഞാല്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എന്താണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാല് അറിഞ്ഞുകൂടാ. എന്താണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നടത്തുന്ന പരീക്ഷണം, നിങ്ങൾ നടത്തുന്ന എക്സ്പെരിമെന്റ് 273 കെൽവിൻ ഓഫ് ടെമ്പറേച്ചറിലും 1 ATM പ്രഷറിലുമാണ് നടക്കുന്നതെങ്കിൽ 273 കെൽവിൻ ഓഫ് ടെമ്പറേച്ചറിലും 1 ATM പ്രഷറിലുമാണ് നിങ്ങൾ നടത്തുന്ന പരീക്ഷണം നടക്കുന്നതെങ്കിൽ അതെന്തിലാണ് എന്ന് പറയാം? STP-യിലാണ് എന്ന് പറയാം. If a reaction is carrying out at an atmospheric temperature of 273 Kelvin and at an atmospheric pressure of 1 ATM, then the reaction is said to be at STP. പിന്നെ ആ റിയാക്ഷൻ നമ്മൾ എന്തിലാണെന്ന് പറയാം? STP-യിലാണ് എന്ന് പറയാം. അങ്ങനെ STP-യിൽ ഏതെങ്കിലും ഒരു ഗ്യാസിന്റെ 22.4 ലിറ്റർ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതും എന്തിന് തുല്യമായിരിക്കും? 1 മോളിന് തുല്യമായിരിക്കും. 22.4 liter of carbon dioxide taken at STP 1 മോളാണ്. 22.4 liter of nitrogen gas taken at STP അത് 1 മോളാണ്. 22.4 liter of oxygen gas taken at STP 1 മോളാണ്. 22.4 liter of sulfur dioxide taken at STP അതും 1 മോളാണ്. അടുത്ത പോയിന്റ്, 1 gram atomic mass of any atom, ഈ ലോകത്തിലുള്ള ഏതൊരു വസ്തു വേണം നിങ്ങൾ എടുത്തോളൂ, അതിന്റെ 1 gram atomic mass എടുത്തു കഴിഞ്ഞാൽ അതും 1 മോളിന് തുല്യമായിരിക്കും. 1 gram atomic mass of any substance, any atom, 1 gram atomic mass of any atom. ആറ്റത്തിന് മാത്രമല്ലേ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് പറയുന്നത്. അപ്പൊ ഏതൊരു ആറ്റത്തിന്റെയും 1 gram അറ്റോമിക് മാസ് എടുത്തു കഴിഞ്ഞാൽ അത് 1 മോളിന് തുല്യമായിരിക്കും. മോളിക്യൂളിന്റെ കേസിലാണെങ്കിൽ എങ്ങനെ പറയാം? നമുക്ക് ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ 1 gram അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 മോളിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ മോളിക്യൂളിന്റെ കേസാണെങ്കിൽ എങ്ങനെ പറയും? 1 gram molecular mass of any molecule, ഈ ലോകത്തിലുള്ള ഏതൊരു മോളിക്യൂളിന്റെയും 1 gram molecular mass എടുത്തു കഴിഞ്ഞാൽ അതും 1 മോളിന് തുല്യമായിരിക്കും. അപ്പോൾ ഡിഫൈൻ 1 മോൾ, 1 മോളിന് നിർവചനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ.
ഒരു മോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡെഫിനിഷനുകൾ പറയാമല്ലോ. ഇനി നിങ്ങളുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണ്. നമ്പർ ഓഫ് മോൾസിന്റെ എണ്ണം കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് 3-4 ഇക്വേഷനുകൾ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ഇഫ് മാസ് ഓഫ് ആറ്റം ഈസ് ഗിവൺ. ആറ്റത്തിന്റെ മാസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ, നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കുക ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താ? തന്നിരിക്കുന്ന മാസിനെ ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇനി വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ഇഫ് മാസ് ഓഫ് മോളിക്യൂൾ ഈസ് ഗിവൺ. ഒരു മോളിക്യൂളിന്റെ മാസ് ആണ് തന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ എടുക്കണം. ഇനി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ, ഗിവൺ മാസിന്റെ വേണ്ട, അടുത്ത ഇക്വേഷൻ വോളിയം ഇൻ ലിറ്റർ ബൈ 22.4 ലിറ്റർ ഇഫ് വോളിയം ഇസ് ഗിവൺ. വ്യാപ്തം അല്ലെങ്കിൽ വോളിയം ആണ് തരുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഇനി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള അടുത്ത ഇക്വേഷൻ number of particles divided by Avogadro number. Na എന്ന് പറഞ്ഞാൽ എന്താണ്? അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എത്രയാണ് നിങ്ങൾക്ക് അറിയാം? 6.022 × 10⁻23 എന്ന് പറയുന്ന നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അവഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുന്നത്. ആറ്റങ്ങളുടെയോ മോളിക്യൂളുകളുടെയോ എണ്ണമാണ് തരുന്നതെങ്കിൽ, പാർട്ടിക്കിളുകളുടെ എണ്ണമാണ് തരുന്നതെങ്കിൽ, പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ, ആറ്റങ്ങളുടെയോ മോളിക്യൂളുകളുടെയോ എണ്ണമാണ് തരുന്നതെങ്കിൽ അതിന്റെ എണ്ണത്തിനെ അവഗാഡ്രോ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇവിടെ എഴുതാം, ഇഫ് നമ്പർ ഓഫ് ആറ്റം ഓർ മോളിക്യൂൾ ഈസ് ഗിവൺ. ആറ്റങ്ങളുടെയോ മോളിക്യൂളുകളുടെയോ എണ്ണമാണ് നിങ്ങളടുത്ത് പറയുന്നതെങ്കിൽ ആ ആറ്റങ്ങളുടെയും മോളിക്യൂളുകളുടെ എണ്ണം ന്യൂമറേറ്ററിൽ കൊടുക്കുക, ഡിവൈഡ് ബൈ അവഗാഡ്രോ സംഖ്യ. അപ്പോഴേ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മോൾ ആയിരിക്കും. പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ്. അടുത്തത് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ സംഖ്യ. നമ്പർ ഓഫ് മോളിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അവഗാഡ്രോ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ. അവഗാഡ്രോ സംഖ്യ എത്രയാണ്? അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 × 10⁻23. ഇനി നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. എന്താണ് അറ്റോമിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിനുള്ളിലുള്ള ആറ്റങ്ങളുടെ എണ്ണത്തിനാണ് അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. അതായത് N2 എന്ന് പറഞ്ഞാൽ അറ്റോമിസിറ്റി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ആണ്. കാരണം അതിനുള്ളിൽ 2 നൈട്രജൻ ആറ്റങ്ങളാണ് ഉള്ളത്. ഹൈഡ്രജൻ സൾഫൈഡ് അറ്റോമിസിറ്റി എത്ര? 2 ഹൈഡ്രജനും 1 സൾഫർ. സോ ടോട്ടൽ അറ്റോമിസിറ്റി 3. H2SO4 അറ്റോമിസിറ്റി എത്ര? 2 ഹൈഡ്രജൻ 1 സൾഫർ 4 ഓക്സിജൻ. 2 + 1 + 4 7 എന്ന് കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് അറ്റോമിസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഒരു മോളിക്യൂളിന്റെ ഫോർമുല എഴുതുമ്പോൾ ആ ഫോർമുലയിലുള്ള ആ ഒരു ആകെ ആറ്റങ്ങളുടെ എണ്ണം അല്ലെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾ ആൻഡ് ആറ്റംസ് ഇൻ ദ ഫോളോയിങ്. ആദ്യം നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഇൻ ദ ഫോളോയിങ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഇൻ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന സബ്സ്റ്റൻസുകളിലെ എന്ത് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറയാം. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകളുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 24 gram ഓഫ് കാർബൺ ആറ്റം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 48 gram ഓഫ് കാർബൺ ആറ്റം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 16 gram ഓഫ് ഓക്സിജൻ ആറ്റം. നാലാമത്തെ ക്വസ്റ്റ്യൻ 64 gram ഓഫ് ഓക്സിജൻ ആറ്റം. 8 gram ഓഫ് സൾഫർ ആറ്റം. ഇത്രയും തന്നിട്ട് ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ എല്ലാ ആറ്റങ്ങളുടെ മാസ് തന്നിരിക്കുന്നത് അല്ലേ? ആറ്റങ്ങളുടെ എല്ലാം മാസ് അല്ലേ തന്നിരിക്കുന്നത്? അപ്പൊ ആറ്റങ്ങളുടെ മാസ് തന്നിരിക്കുന്നത്. ആറ്റങ്ങളുടെ മാസ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കും? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ
gram atomic mass. Given mass by gram atomic mass. അല്ലേ? തന്നിരിക്കുന്ന മാസിനെ gram atomic mass കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ given mass എത്ര 24 അല്ലേ? അപ്പൊ 24 divided by gram atomic mass. കാർബണിന്റെ gram atomic mass 12. So 24 by 12, 2 mole. ഇനി 48 gram of carbon atom. കാർബൺ ആറ്റം അല്ലേ? അപ്പൊ 48 divided by കാർബൺ ആറ്റം ആവുമ്പോ അതിന്റെ gram atomic mass എത്ര 12 അല്ലേ? 12 gram. 48 by 12 എത്ര കിട്ടും? 4 mole എന്ന് കിട്ടും. ഇനി ഓക്സിജൻ ആറ്റം 16 gram ഓക്സിജൻ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് എത്ര? 16 ഡിവൈഡ് ബൈ തന്നിരിക്കുന്ന മാസ് 16. ഓക്സിജന്റെ gram atomic mass എത്ര? 16. സോ 16 by 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ. ഇവിടെ 64 gram ഓക്സിജൻ ആറ്റം. സോ 64 തന്നിരിക്കുന്നു ഡിവൈഡ് ബൈ ഓക്സിജന്റെ ആറ്റം മാസ് 16. സോ 64 by 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മോൾ. അത് നോക്കാൻ എത്ര ആയിരിക്കും? 4 മോൾ ആയിരിക്കും. ഇനി 8 gram സൾഫർ ആറ്റം. 8 gram സൾഫർ ആറ്റം ആകുമ്പോൾ തന്നിരിക്കുന്ന മാസ് 8 ഡിവൈഡ് ബൈ സൾഫർ ആറ്റത്തിന്റെ gram atomic mass 32. സോ 8 by 32 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 മോൾ അല്ലെങ്കിൽ 0.25 മോൾ എന്ന് പറയും. 0.25 മോൾ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്പർ ആറ്റത്തിന്റെ മാസ് എന്ന് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോ ഇങ്ങനെ പറയാണ് 36 gram of water. 36 gram of water. വാട്ടർ എന്ന് പറയുന്ന ഒരു ആറ്റമാണോ മോളിക്യൂളാണോ? മോളിക്യൂളാണ്. കാരണം അതിൽ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ട്. 2ൽ കൂടുതൽ അല്ലെങ്കിൽ 1ൽ കൂടുതൽ ആറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെ മോളിക്യൂൾസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ട്. സോ 3 ആറ്റം ഉണ്ട്. സോ അതൊരു മോളിക്യൂളാണ്. ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മോളിക്യൂളാണ് H2O. മോളിക്യൂളിന്റെ മാസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാൻ എന്താണ്? ഗിവൺ മാസ് ബൈ gram molecular mass. Given mass by gram molecular mass. Given mass എത്ര? 36 gram. So 36 gram divided by gram molecular mass എത്ര? വാട്ടറിന്റെ gram molecular mass. വാട്ടറിന്റെ ആകെ molecular mass എത്ര? ഒരു ഹൈഡ്രജന്റെ മാസ് 1 ആണ്. 2 ഹൈഡ്രജന്റെ മാസ് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. പ്ലസ് ഒരു ഓക്സിജന്റെ മാസ് 16. സോ 2 + 16 എത്ര? 18 gram ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 18 gram എന്ന് കൊടുക്കാം. 36 by 18 gram ക്യാൻസൽ ചെയ്യും. 36 by 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. മോൾ ആയതുകൊണ്ട് MOL എന്ന് കൊടുക്കും. MOL എന്നാണ് മോളിന്റെ എന്ന് നോക്കുന്നത്, ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 500 gram ഓഫ് കാൽഷ്യം കാർബണേറ്റ്. 500 gram ഓഫ് കാൽഷ്യം കാർബണേറ്റ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറയാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഗിവൺ മാസ് ഡിവൈഡ് ബൈ gram molecular mass. തന്നിരിക്കുന്ന മാസ് 500 gram. സോ 500 gram ഡിവൈഡ് ബൈ gram molecular mass. കാൽഷ്യത്തിന്റെ അറ്റോമിക് മാസ് 40 പ്ലസ് ഒരു കാർബൺ അറ്റോമിക് മാസ് 12 പ്ലസ് ഒരു ഓക്സിജൻ അറ്റോമിക് മാസ് 16 ആണ്. 3 ഓക്സിജൻ അറ്റോമിക് മാസ് ആകുമ്പോൾ എത്ര കിട്ടും? 48. സോ നമുക്ക് എത്ര കിട്ടും? 100 gram എന്ന് കിട്ടും. സോ 500 gram ഡിവൈഡ് ബൈ 100 gram. gram ക്യാൻസൽ ചെയ്ത് പോയി. 0 0 0 0 ക്യാൻസൽ ചെയ്ത് 5/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മോൾ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? മോളിക്യൂളിന്റെ മാസ് എന്ന് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ തന്നെ വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ വേണമെങ്കിൽ നമ്പർ ഓഫ് ആറ്റവും നമ്പർ ഓഫ് മോളിക്യൂൾസും നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടുത്തെ 500 gram കാൽഷ്യം കാർബണേറ്റിലെ നമ്പർ ഓഫ് മോളിക്യൂൾ എത്രയാണെന്ന് ചോദിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ അല്ലെ? നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്നത് എത്രയാണ്? 5. അപ്പൊ സോ 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ എത്ര? 6.022 ഇൻറ്റു 10⁻23. ക്ലിയർ അല്ലേ? നമ്പർ ഓഫ് മോളിക്യൂൾ. ഇനി നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ? നമ്പർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഇൻറ്റു അറ്റോമിസിറ്റി. നമ്പർ ഓഫ് മോൾ എത്ര? 5. അപ്പൊ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു അറ്റോമിസിറ്റി. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിലെ ആറ്റങ്ങളുടെ എണ്ണം. ഒരു കാൽഷ്യം, ഒരു കാർബൺ, 3 ഓക്സിജൻ. സോ ടോട്ടൽ എത്ര കിട്ടും ഇവിടെ? ടോട്ടൽ 1 + 3 2 + 3 5 ഇൻറ്റു 5 ഇൻറ്റു 5 25 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. നിങ്ങൾ ഒരു കാരണവശാലും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ നിൽക്കുക. ഇത് എങ്ങനെ ഇട്ടിരുന്നാൽ മതി. എന്നിട്ട് എന്തെന്ന് എഴുതി വയ്ക്കുക? ആറ്റംസ് എന്ന് എഴുതുക. ഇവിടെ എന്തെന്ന് എഴുതണം? മോളിക്യൂൾസ് എന്ന് എഴുതണം. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം കൊണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ 5 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 5 6.022 ആണ് കേട്ടോ. 5. അപ്പോൾ 5 ഇൻറ്റു 5 25. ബാക്കിയുള്ള അവഗാഡ്രോ നമ്പർ അത്രയും ആറ്റംസ്.
ഇനി വേറെ രീതി ചോദിക്കാം. 44.8 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അറ്റ് STP. STPയിലുള്ള 44.8 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിലുള്ള മോളുകളുടെ എണ്ണം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റർ ബൈ 22.4. വോളിയം ഇൻ ലിറ്റർ ഡിവൈഡ് ബൈ 22.4. വോളിയം ഇൻ ലിറ്റർ എന്ന് പറയുന്ന 44.8 ലിറ്റർ ആണ്. ഡിവൈഡ് ബൈ 22.4. ലിറ്റർ ക്യാൻസൽ. 44.8 22.4. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. സോ ഇതിനെല്ലാം 1 എന്ന് എഴുതിയാൽ ഇതിനെല്ലാം എത്ര എടുക്കണം? 2 എന്ന് എടുക്കണം. സോ 2/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മോൾ എന്ന് കിട്ടും. അതിന് എന്തോന്ന് കിട്ടും? 2 മോൾ എന്ന് കിട്ടും. പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ കഴിയും. വോളിയം തരാണെങ്കിൽ വോളിയം ലിറ്റർ ബൈ 20.4 എന്ന് എടുക്കുക. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 112 ലിറ്റർ ഓഫ് NO2 ഗ്യാസ് അറ്റ് STP. 112 ലിറ്റർ ഓഫ് NO2 ഗ്യാസ് അറ്റ് STP. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റർ ബൈ 22.4 ലിറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 112 ഡിവൈഡ് ബൈ 22.4. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 എന്ന് കിട്ടും. മോൾ ആയതുകൊണ്ട് MOL എന്നും കൂടെ യൂണിറ്റ് കൊടുക്കും. ഇങ്ങനെയാണ് വോളിയം നിന്നാൽ മോൾസ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടിയ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ എന്താണ് എളുപ്പം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3.011 into 10⁻²4 കാർബൺ ആറ്റംസ് എത്ര മോളിന് തുല്യമാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ ആറ്റങ്ങളുടെ എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആറ്റങ്ങളുടെ അല്ലെങ്കിൽ മോളിക്യൂളുകളുടെ എണ്ണം തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കും? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു number of particle by Avogadro number. Number of particles divided by Avogadro number. Number of particles എന്ന് പറയുന്നത് എത്രയാണ്? 3.011 into 10⁻²24 divided by 6.022 into 10⁻23. കറക്റ്റ് അല്ലേ? ഇവിടെ 10⁻24 എന്നാണ്. 10⁻24 എന്ന് വെച്ചാൽ 1ഉം 24 പൂജ്യം ഉണ്ട് എന്നാണ്. 10⁻20 എന്ന് വെച്ചാൽ എന്താ? 1 കഴിഞ്ഞ് 23 പൂജ്യം ഉള്ള ഒരു നമ്പറാണ് ഇവിടെ വരുന്നത്. സോ നമുക്ക് ഇവിടുത്തെ 23ഉം ഇവിടുത്തെ 23 പൂജ്യം വെട്ടിക്കളഞ്ഞാൽ ബാക്കി ഒരു പൂജ്യം ബാക്കി വരും. അതായത് 10⁻1 ബാക്കി വരും. പറഞ്ഞ മനസ്സിലായി? ഇവിടെ 10⁻24 വെച്ചാൽ 1 കഴിഞ്ഞ് 24 പൂജ്യം ഉള്ള ഒരു നമ്പറാണ് ഇവിടെ വരുന്നത്. 10⁻23 വെച്ച് കഴിഞ്ഞാൽ 1 കഴിഞ്ഞ് എത്ര പൂജ്യം ഉണ്ട്? 23 പൂജ്യം ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു 23 പൂജ്യവും ഇവിടുത്തെ ഒരു 23 പൂജ്യം ക്യാൻസൽ ചെയ്താൽ ബാക്കി ഒരു പൂജ്യം ബാക്കി വരും. അതായത് 10⁻1 ബാക്കി വരും. ഇനി 3ന്റെ ഇരട്ടിയാണ് 6. 0 into 2 ആണ് 0. 1 into 2 ആണ് 2. 1 into 2 ആണ് 2. അതായത് ഈ ഒരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത താഴത്തെ നമ്പർ കിട്ടുന്നു. ഇതിനെ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഇതിനെ എത്ര എടുക്കാം? 2 എന്ന് എടുക്കാം. 1/2 എന്നിട്ട് 1/2 എന്ന് പറഞ്ഞാൽ 0.5. 0.5 into 10⁻1 എന്ന് കിട്ടും. 0.5 into 10⁻1 എന്ന് പറയുന്നത് 10⁻1 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 5 കിട്ടും. 5 മോൾസ്. പറഞ്ഞ മനസ്സിലായോ? ഇനി 12.044 into 10⁻23 molecule of SO2. SO2ന്റെ 12.044 into 10⁻23 molecules എടുത്തു കഴിഞ്ഞാൽ അത് എത്ര മോളിന് തുല്യമാണെന്ന് ചോദിക്കാം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബൈ അവഗാഡ്രോ നമ്പർ അല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾ എത്ര? 12.044 into 10⁻23 ഡിവൈഡ് ബൈ 6.022 into 10⁻23. 10⁻23 ക്യാൻസൽ ചെയ്യാം. 6.022ന്റെ ഇരട്ടിയാണ് മോൾ കിടക്കുന്നത്. സോ ഈ നമ്പറിനെ 1 എടുത്തു കഴിഞ്ഞാൽ ഈ നമ്പറിനെ എത്ര എടുക്കണം? 2 എടുക്കണം. സോ 2/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. മോൾ ആയതുകൊണ്ട് MOL എന്നും കൂടെ എന്ത് കൊടുക്കും? ഷോർട്ട് ഫോം കൊടുക്കും. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് വേറെ രീതിയിൽ ചോദിക്കാം. വാട്ട് ഈസ് ദ മാസ് ഓഫ് 44.8 ലിറ്റർ ഓഫ് അമോണിയ. അമോണിയയുടെ 44.8 ലിറ്റർ നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഭാരം അല്ലെങ്കിൽ മാസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് മാസും ലിറ്റർ എന്ന് വെച്ചാൽ വോളിയം അല്ലേ? മാസും വോളിയം നമ്മൾ കണക്ട് ചെയ്ത ഇക്വേഷൻ നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ മാസിന്റെ ഇക്വേഷനും വോളിയത്തിന്റെ ഇക്വേഷനും നിങ്ങൾക്ക് സെപ്പറേറ്റ് അറിയാം. എന്താണ് മാസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? മാസ് ഉൾപ്പെട്ട ഇക്വേഷൻ, നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ഗിവൺ മാസ് ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് അല്ലേ? നമ്പർ ഓഫ് മോൾസിന്റെ വോളിയം വരുന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റർ ബൈ 22.4 ലിറ്റർ.
അപ്പൊ ഇവിടെ നോക്കിയ ഈ രണ്ട് ഇക്വേഷൻസ് നോക്കി കഴിഞ്ഞാൽ ഇത് അമോണിയയുടെ തന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇതേ അമോണിയയുടെ തന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് രണ്ടാമത്തത്. അപ്പൊ ഇവിടെ രണ്ടും ഒരേ വസ്തുവിന്റെ നമ്പർ ഓഫ് മോൾസ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡുകൾ സെയിം ആയിരിക്കും. ലെഫ്റ്റ് സൈഡുകൾ സെയിം ആണെങ്കിൽ ഉറപ്പായും ഇക്വേഷനുകളുടെ റൈറ്റ് സൈഡുകൾ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാസ് ബൈ GMM ഇസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റർ ഡിവൈഡ് ബൈ 22.4. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വോളിയം തന്നിട്ടുണ്ട് അല്ലെ? വോളിയം ലിറ്റർ തന്നിട്ടുണ്ട് 44.8 തന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം ഇൻ ലിറ്ററിന്റെ അവിടെ 44.8 ഡിവൈഡ് ബൈ 22.4. ഇവിടെ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മാസ് തന്നെ എഴുതാം. മാസ് ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. എത്രയാണ് ഗ്രാം മോളിക്കുലർ മാസ്? അമോണിയയുടെ ഗ്രാം മോളിക്കുലർ മാസ് എത്ര? അമോണിയ എന്ന് പറയുമ്പോൾ ഒരു നൈട്രജന്റെ മാസ് 14 ആണ്. ഒരു ഹൈഡ്രജന്റെ മാസ് 1, 3 ഹൈഡ്രജന്റെ മാസ് 3. സോ 14 + 3 എത്ര? 17 എന്ന് കിട്ടും. 17 താഴെ എഴുതുക. 22.4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലത്തെ നമ്പർ കിട്ടും. സോ ഇതിനെ 1 എടുത്താൽ മുകളിലത്തെ നമ്പറിനെ 2 എടുക്കണം. സോ മാസ് ബൈ 17 ഇസ് ഈക്വൽ ടു 2/1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മാസ് ഇസ് ഈക്വൽ ടു മാസിന്റെ 1 എന്ന് പറഞ്ഞാൽ മാസ് തന്നെ. മാസ് ഇസ് ഈക്വൽ ടു 2 × 17. 2 × 17 അല്ലെങ്കിൽ 17 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 34 ആണ്. മാസ് ആയതുകൊണ്ട് എന്ത് യൂണിറ്റ് കൊടുക്കും? ഗ്രാം എന്ന് കൊടുക്കും. മാസ് ആയതുകൊണ്ട് എന്ത് യൂണിറ്റ് കൊടുക്കും? ഗ്രാം എന്ന് കൊടുക്കും. ഇനി അടുത്ത ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരാം. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 50 gram ഓഫ് കാൽഷ്യം കാർബണേറ്റ്? 50 gram ഓഫ് അത് കണ്ട. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 11 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? വാട്ട് ഈസ് ദ വോളിയം ഓഫ് 11 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? 11 gram കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോളിയം എത്ര? അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ നേരത്തെ ചെയ്തതുപോലെ എഴുതണം. ഇവിടെ മാസ് ആണ് തന്നിരിക്കുന്നത്. മാസ് തന്നിട്ടുണ്ട്, വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ മാസിന്റെ ഇക്വേഷൻ എഴുതണം, വോളിയത്തിന്റെ ഇക്വേഷൻ എഴുതണം. മാസ് തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. മാസ് ഡിവൈഡ് ബൈ GMM, ഗ്രാം മോളിക്കുലർ മാസ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന വോളിയം തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റർ ഡിവൈഡ് ബൈ 22.4 ലിറ്റർ. ഇനിയിപ്പോ നിങ്ങൾക്ക് വോളിയം ലിറ്ററിലല്ല തരുന്നെങ്കിലോ, ML ആണ് തരുന്നെങ്കിൽ നിങ്ങൾ എന്തിലോട്ട് മാറണം? ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡുകൾ സെയിം അല്ലേ? ലെഫ്റ്റ് സൈഡുകൾ സെയിം ആണെങ്കിൽ റൈറ്റ് സൈഡ് സെയിം ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് എഴുതാം മാസ് ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ ലിറ്റർ ഡിവൈഡ് ബൈ 22.4 ലിറ്റർ. മാസ് അറിയാലോ എത്രയാണ്? 11 gram. അപ്പൊ മാസിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കുക? 11 gram ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. ഒരു കാർബണിന്റെ മാസ് 12, 2 ഓക്സിജന്റെ മാസ് 32. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 44 കിട്ടും. 11 gram ബൈ 44 gram ഇസ് ഈക്വൽ ടു വോളിയം ഡിവൈഡ് ബൈ 22.4. 11 11ന്റെ ഡബിൾ 44 നാലാമതാ വരുന്നത്. അപ്പൊ 11നെ 1 എടുത്തു കഴിഞ്ഞാൽ 44 എത്ര എടുക്കണം? 4 എടുക്കണം. 1/4 ഇസ് ഈക്വൽ ടു V by 22.4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ V × 4 ഇസ് ഈക്വൽ ടു 1 × 22.4. അതിൽ നിന്ന് V ഇസ് ഈക്വൽ ടു 1 × 22.4 എന്ന് പറയുന്നത് 22.4 ഡിവൈഡ് ബൈ 4. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ആൻസർ കിട്ടും. അതായിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്? വോളിയം എന്ന് പറയുന്നത്. പറഞ്ഞ രീതി മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒരു വോളിയം എന്നതിന് മാസ് കണ്ടുപിടിക്കാൻ പറയുന്നു, മാസ് എന്നതിന് വോളിയം കണ്ടുപിടിക്കാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടിന്റെയും ഇക്വേഷൻസ് സെപ്പറേറ്റ് എഴുതിയതിനു ശേഷം നിങ്ങൾ അതിനെ എന്ത് ചെയ്താൽ മതിയാവും? ആഡ് ചെയ്താൽ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് മോളിക്യൂള്, നമ്പർ ഓഫ് ആറ്റം, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ്, ലിമിറ്റിംഗ് റിയേജന്റും ഒക്കെയാണ് നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനായിട്ടുള്ളത്? ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ക്ലാസ്സുകളൊക്കെ കാണുക. ഉപയോഗപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒക്കെ എന്ത് ചെയ്ത് കൊടുക്കുക? ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല നമ്മുടെ ഓൺലൈൻ വാട്സപ്പ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇല്ലാത്തവർക്കും നമ്മുടെ ടെലഗ്രാം ചാനൽ, വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ജോയിൻ ചെയ്യാം. അതിൽ ക്വസ്റ്റ്യൻസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. +1ന്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഇന്ന് മുതൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അതിലോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഈ ചാപ്റ്ററിന്റെ ബാക്കിയുള്ള പോർഷൻസുമായിട്ട് കാണാം. അതുവരെ ബൈ.